ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് അല്ലെങ്കിൽ ശരിയായവ കണ്ടെത്തുക. 1. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. 2. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. 3. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ശരിയുത്തരം 1, 3. അലുമിനിയത്തിന്റെ അയർ ചുവടെ പറയുന്നവയിൽ ഏതാണ്? ശരിയുത്തരം ബോക്സൈറ്റ്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം കണ്ടെത്തുക. യാന്ത്രികോർജം, വൈദ്യുതോർജം, വൈദ്യുതോർജം, യാന്ത്രികോർജം, സൗരോർജം, വൈദ്യുതോർജം, വൈദ്യുതോർജം, സൗരോർജം. ശരിയുത്തരം യാന്ത്രികോർജം, വൈദ്യുതോർജം. മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ? ലാവോസിയെ, മെൻഡലിയേവ്, മോസ്ലി, റൂത്തർഫോർഡ്. ശരിയുത്തരം മോസ്ലി. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ്? ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ ഇവയൊന്നുമല്ല. ശരിയുത്തരം ഹൈഡ്രജൻ. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് ഏത്? മീറ്റർ, സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ശരിയുത്തരം മീറ്റർ. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു? ചാലനം, സംവഹനം, വിക്ഷേപണം, വികിരണം. ശരിയുത്തരം സംവഹനം. മഴവില്ല് ഉണ്ടാകുവാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? പ്രകീർണനം, ടിൻഡൽ പ്രഭാവം, വിസരണം, പ്രതിഫലനം. ശരിയുത്തരം പ്രകീർണനം. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക കണമേത്? ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ, പോസിട്രോൺ. ശരിയുത്തരം ഇലക്ട്രോൺ. ഏതൊരു പദാർത്ഥത്തിനും അതിന്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലനിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് ഇതിനടിസ്ഥാനം? പിണ്ഡം, വ്യാപ്തം, ജഡത്വം ഇവയൊന്നുമല്ല. ശരിയുത്തരം ജഡത്വം. പ്രസ്താവനകൾ പരിഗണിക്കുക. 1. ഒരു സെക്കൻഡിലുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. 2. ആവൃത്തി കൂടുമ്പോൾ ശബ്ദത്തിന്റെ കൂർമ്മത കുറയുന്നു. 3. താഴ്ന്ന സ്ഥായിലുള്ള ശബ്ദതരംഗങ്ങളുടെ കൂട്ടമാണ് ട്രബിൾ. 4. ഉയർന്ന സ്ഥായിലുള്ള ശബ്ദതരംഗങ്ങളുടെ കൂട്ടമാണ് ബാസ്. പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. ശരിയുത്തരം 2, 3, 4. പദാർത്ഥം, രാസനാമം എന്നിവ ചേരുംപടി ചേർക്കുക. 1. അലക്കുകാരം. 2. അപ്പക്കാരം. 3. കാസ്റ്റിക് സോഡ. 4. മുട്ടത്തോട്. എ. സോഡിയം ബൈകാർബണേറ്റ്. ബി. കാൽസ്യം കാർബണേറ്റ്. സി. സോഡിയം കാർബണേറ്റ്. ഡി. സോഡിയം ഹൈഡ്രോക്സൈഡ്. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. 1. മനുഷ്യ ശരീരത്തിന്റെ രക്തബാങ്ക് പ്ലീഹ. 2. ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന ധമനികൾ പൾമനറി ആർട്ടറി. 3. രക്തക്കുഴലുകളെ കുറിച്ചുള്ള പഠനം ആൻജിയോളജി. ശരിയുത്തരം 1, 3. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1. പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നത് രാസമാറ്റം. 2. വിറകു കത്തുന്നത് ഭൗതികമാറ്റം. 3. ഭക്ഷണത്തിന്റെ ദഹനം രാസമാറ്റം. 4. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് രാസമാറ്റം.
ശരിയുത്തരം 3, 4. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന കുഴലാണ് യൂസ്റ്റേഷ്യൻ നാളി. 2. മനുഷ്യൻ കേൾക്കാൻ സാധിക്കുന്ന ശബ്ദപരിധി 20,000 കിലോ ഹെർട്സിനും 20,000 കിലോ ഹെർട്സിനും ഇടയിലാണ്. 3. ശരീരത്തിന്റെ ചലനം മൂലം ചലിക്കുന്ന വെസ്റ്റിബുളിലെ ചുണ്ണാമ്പ് തരികളാണ് ഓട്ടോലിത്ത്. ശരിയുത്തരം 1ഉം 3ഉം ശരി. ഇവയിൽ ന്യൂട്ടന്റെ ചലനനിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതൊക്കെ? 1. ന്യൂട്ടന്റെ 3ാം ചലനനിയമം അനുസരിച്ച് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനമുണ്ട്. 2. വെള്ളത്തിൽ നീന്താൻ സാധിക്കുന്നത് ന്യൂട്ടന്റെ 2ാം ചലനനിയമപ്രകാരമാണ്. 3. ന്യൂട്ടന്റെ 2ാം ചലനനിയമത്തിൽ നിന്ന് ബലം അളക്കാൻ സാധിക്കുന്നു. ശരിയുത്തരം 2 മാത്രം. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഗാന്ധിജിയുടെ വാക്കുകളാണ്. 2. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്. ഞാനത് നേടുക തന്നെ ചെയ്യും എന്നത് തിലകിന്റെ പ്രസിദ്ധമായ പ്രഖ്യാപനമാണ്. 3. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്നത് ദാദാഭായ് നവറോജിയുടെ വാക്കുകളാണ്. ശരിയുത്തരം 1ഉം 2ഉം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രസ്താവനകൾ: എ. ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ. ബി. വയനാട് വന്യജീവി സങ്കേതം പ്രോജക്ട് എലഫന്റിൻ കീഴിലായത് 1992-ലാണ്. സി. റെഡ് ഡേറ്റ ബുക്കിലിടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. ഡി. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ശരിയുത്തരം എല്ലാം ശരി. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ശരിയുത്തരം ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് കീഴരിയൂർ ബോംബ് കേസ്. എൾ കീറുക എന്ന ശൈലിയുടെ അർത്ഥം? എൾ ചെറുതാക്കുക, ചെയ്യാൻ പറ്റാത്തത് കർശനമായി പെരുമാറൽ, എള്ളെന്നുറുക്കുക. ശരിയുത്തരം കർശനമായി പെരുമാറൽ. തന്നിരിക്കുന്നതിൽ ക്ലാസിക്കൽ പദവി ലഭിക്കാത്ത ഭാഷ ഏത്? തെലുഗു, തമിഴ്, മലയാളം, തുളു. ശരിയുത്തരം തുളു. സന്ധ്യക്ഷരം എന്നാൽ 2 വ്യത്യസ്ത വ്യഞ്ജനങ്ങൾ കൂടിച്ചേരുന്നത്, ഒരേ വ്യഞ്ജനങ്ങൾ കൂടിച്ചേരുന്നത്, 2 വ്യത്യസ്ത സ്വരങ്ങൾ കൂടിച്ചേരുന്നത്, ഒരേ സ്വരങ്ങൾ കൂടിച്ചേരുന്നത്. ശരിയുത്തരം 2 വ്യത്യസ്ത സ്വരങ്ങൾ കൂടിച്ചേരുന്നത്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഖരാക്ഷരം ഏത്? വ, ത, ന, ജെ. ശരിയുത്തരം ത. സംജ്ഞനാമത്തിന് ഉദാഹരണമായ പദം ഏത്? തോട് രാജ്യം, നക്ഷത്രം പെരിയാർ. ശരിയുത്തരം പെരിയാർ. സകർമകക്രിയ ഏത്? കടിക്കുക. ശരിയുത്തരം കടിക്കുക. ബുദ്ധിയുടെ പര്യായപദമല്ലാത്തതേത്? ധിഷ്ണ മനീഷ മതി നിന്നത. ശരിയുത്തരം നിനദം. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന ചൊല്ലിന്റെ അർത്ഥം? അങ്ങാടിയിൽ തോൽക്കാൻ കാരണം അമ്മയാണ്. തോൽവി പിണഞ്ഞത് അങ്ങാടിയിൽ വെച്ചാണ്. പുറത്ത് തോറ്റതിന് വീടിനകത്ത് തീർക്കുക. തോൽവി വീടിനകത്ത് തുടങ്ങി പുറത്തേക്ക് പോകണം.
ശരിയുത്തരം. പുറത്ത് തോറ്റതിനെ വീടിനകത്ത് തീർക്കുക. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപ് എന്നതിന്റെ അർത്ഥം. ദാനം കൊടുക്കുന്നത് നേരത്തെ അറിയണം. വരാനുള്ളവ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കണം. നീട്ടി എറിഞ്ഞെങ്കിലേ ഏറെ പട്ടിക്ക് കൊള്ളൂ. പട്ടി എറിയണമെങ്കിൽ അളന്ന് കുറിക്കണം. ശരിയുത്തരം. വരാനുള്ളവ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കണം. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന ചൊല്ലിനർത്ഥം. വെള്ളം കലങ്ങുമ്പോൾ മീൻ പിടിക്കുക. പ്രശ്നമുണ്ടാകുമ്പോൾ മുതലെടുക്കുക. മീൻ പിടിക്കാൻ കലക്ക വെള്ളമാണ് നല്ലത്. പ്രശ്നമുണ്ടാകുമ്പോൾ സങ്കടപ്പെടുക. ശരിയുത്തരം. പ്രശ്നമുണ്ടാകുമ്പോൾ മുതലെടുക്കുക. പണത്തിന് മീതെ പരുന്തു മറക്കില്ല എന്ന ചൊൽകൊണ്ട് അർത്ഥമാക്കുന്നത് ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ് പരുന്ത്. നിസ്സാരന്മാർ ബഹളം വെക്കും. കുലശ്രേഷ്ഠതയെ അവഗണിക്കും. ഏതിനും മീതെയാണ് പണം. ശരിയുത്തരം. ഏതിനും മീതെയാണ് പണം. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.